ഫഡ്നവിസിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല. പിന്നീട് ഒടുവിൽ മലക്കം മറിഞ്ഞിട്ട് ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സമിതി പോലും ആ നിർദ്ദേശത്തെ അതിശക്തമായി എതിർക്കുകയും അതിനെതിരായി നിലപാടെടുക്കുകയും ചെയ്തു. അവിടെ ഏതെങ്കിലും ഒന്നിനു മേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ BJP-ക്കാർക്ക് എന്തു ചുരുക്കായിരുന്നു. ഇപ്പോഴെന്ത് പറയാനുണ്ട്? മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രി ഫഡ്നവിസ് ഇപ്പൊ എന്താ പറഞ്ഞത്? മഹാരാഷ്ട്രയിൽ മറാഠയല്ലാതെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന്, അല്ലേ? ഇങ്ങനെയാണ് ഇന്ത്യയുടെ സ്വഭാവം, പ്രിയപ്പെട്ട BJP-ക്കാരെ. ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി ഭാഷകളുടെയും നിരവധി സംസ്കാരങ്ങളുടെയും നിരവധി ഭക്ഷണ രീതികളുടെയും നിരവധി ആവാസ വ്യവസ്ഥകളുടെയും ഒക്കെയുള്ള ഒരു കൂടിച്ചേരലാണ്. അവിടെ ഏതെങ്കിലും ഒന്നിനു മേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്താ ഫഡ്നവിസ് ആദ്യം പറഞ്ഞത്? ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പാക്കും, അല്ലേ? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ ഹിന്ദി നിർബന്ധമായി പഠിപ്പിക്കും. ആ പ്രസ്താവന പുറത്തുവിട്ട് നാക്കകത്തേക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. മറാഠ വികാരം അതിശക്തമായി ഉയർന്നു വരികയും മഹാരാഷ്ട്രയിലെ മിക്ക പാർട്ടികളും, എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സമിതി പോലും ആ നിർദ്ദേശത്തെ അതിശക്തമായി എതിർക്കുകയും അതിനെതിരായി നിലപാടെടുക്കുകയും ചെയ്തു. നിൽക്കക്കള്ളി ഇല്ലാതായിപ്പോയി ഫഡ്നവിസിന്. ശിവസേന ഉൾപ്പെടെ നവനിർമ്മാൺ സേന ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രക്ഷോഭ പാതയിലേക്ക് രംഗത്ത് വന്നു. മഹാരാഷ്ട്രയിൽ രംഗം കലങ്ങി മറിയുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഒടുവിൽ മനസ്സിലായി ഫഡ്നവിസിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല. പിന്നീട് ഒടുവിൽ മലക്കം മറിഞ്ഞിട്ട് ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറാഠയാണ് നിർബന്ധമായും പഠിക്കേണ്ടത്, മറാഠ ഭാഷയാണ് നിർബന്ധമായും, മറാത്തിയാണ് നിർബന്ധമായും പഠിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം മലക്കം മറിഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സംസ്കാരം എന്ന് BJP-ക്കാർ പതുക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ BJP-ക്കാർ, മലയാളികളായിട്ടുള്ള BJP-ക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിടാനുള്ള ഭാവമല്ല കേട്ടോ. അദ്ദേഹം അതിൽ പിടിച്ചുകൊണ്ട് BJP-യുടെ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴെന്ത് പറയാനുണ്ട് എന്ന്. നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്നു മഹാരാഷ്ട്രയിൽ, മുഖ്യമന്ത്രി ഫഡ്നവിസ് ആണ്, BJP-ക്കാരനാണ്, എന്ത് പറയാനുണ്ട്? മറാത്തി പഠിപ്പിക്കണം, അത് നിർബന്ധമാക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇത് തമിഴ്നാടിന് ബാധകമല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഒരു തരത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഏതു തരത്തിൽ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു നോട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നാണ് ഇന്ന് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട് പറഞ്ഞത് അതാണ്. നിങ്ങൾ അവിടെ തമിഴ് പഠിക്കുന്നു, കാലാകാലമായി അവിടുത്തെ വിദ്യാർത്ഥികൾ തമിഴും ഇംഗ്ലീഷുമാണ് പഠിക്കുന്നത്, ഹിന്ദി പഠിക്കുന്നില്ല. അതുകൊണ്ട് തമിഴ്നാട് പുറകോട്ട് പോയിട്ടൊന്നുമില്ല. ആവശ്യമുള്ളവർ ഹിന്ദി പഠിക്കട്ടെ. പക്ഷേ നിർബന്ധമായും ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നത് അതൊരു രാഷ്ട്രീയത്തിന്റെ അടിച്ചേൽപ്പിക്കൽ കൂടിയാണ് എന്ന തിരിച്ചറിവ് സ്റ്റാലിന് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കളിയാക്കിയിരുന്നവർ ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നവിസിന് ഇത് പറയേണ്ടി വന്നപ്പോൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്, അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുമ്പോൾ അവിടുത്തെ ഭാഷയ്ക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ലോകഭാഷ എന്നുള്ള നിലയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷ് നിർബന്ധമായും പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ പഠിക്കാനുണ്ട്, അത് ഓപ്ഷണലായി. നിർബന്ധമായും പഠിക്കണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ആർക്കെങ്കിലും വേണമെങ്കിൽ മറ്റൊരു ഭാഷ പഠിക്കുന്നതിനോ മറ്റേതെങ്കിലും ഭാഷകൾ പഠിക്കുന്നതിനോ ഒരു വിരോധവും ഈ രാജ്യത്തില്ല. ഒരു ഭാഷ പഠിക്കുന്നതും തെറ്റല്ല. പക്ഷെ ഒരു ഭാഷ, ആ ഭാഷയോ അതിലെ അക്ഷരമാലകളോ അതിലെ ലിപികളോ മാത്രമായിട്ടല്ല ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്നത്, അതിൻ്റെ സംസ്കാരത്തോടു കൂടിയാണ്. ആ സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന് മേൽ കുതിര കയറാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അതിന് റിപ്പൽഷൻ ഉണ്ടാകും, തീർച്ചയായും അതിനോടുള്ള പ്രതിരോധമുണ്ടാകും. അതാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്, അത് തന്നെയാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കാണുന്നത്, അത് തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യയിൽ അത്രമാത്രം സജീവമായ ഭാഷകളുള്ള ഒരു രാജ്യമാണ്. ആ ഭാഷകൾക്കൊക്കെ തന്നെ സാഹിത്യമുണ്ട്, അതിൻ്റെ സാംസ്കാരിക ചരിത്രമുണ്ട്, എണ്ണപ്പെട്ട കൃതികളുണ്ട്. അതൊക്കെ ആ നാടിൻ്റെ സ്വത്താണ്, ആ നാടിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്.
അതൊക്കെ മനസ്സിലാക്കാൻ ഒറ്റക്കല്ലിൽ തീർത്ത രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അങ്ങനെ തുടങ്ങി നിരവധിയായ ഏകത്വത്തിലേക്ക് ഈ രാജ്യത്തെ ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ BJPയുടെ നേതൃത്വമുണ്ടല്ലോ, അവരുടെ കൺതുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ളത്. 2152 കോടി രൂപയാണ് തമിഴ്നാട് സർക്കാരിന് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നില്ല എന്നതിന്റെ പേരിൽ, ത്രിഭാഷാ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നില്ല എന്നതിന്റെ പേരിലാണ് ഈ പറയുന്ന 2000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തമിഴ്നാട്ടിൽ കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നത്. അത് തരണം എന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളും ഈ പാത പിന്തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നോട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കണമെന്നും ഏത് തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങൾ നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് സ്റ്റാലിൻ മുന്നോട്ട് വന്നപ്പോൾ പലരും പറഞ്ഞു, അവിടെ തമിഴർക്ക് അവരുടെ ഭാഷയോടുള്ള വല്ലാത്ത ഭാഷാ ഭ്രാന്തന്മാരാണ് തമിഴന്മാർ എന്നായിരുന്നു പലരും ആക്ഷേപിച്ചിരുന്നത്. ശരിയാണ്, തമിഴർക്ക് അവരുടെ ഭാഷ എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായമേറിയ ഭാഷ എന്ന് പറയാൻ കഴിയുന്ന, ഏറ്റവും പ്രാചീനമായ ഭാഷ എന്ന് പറയാവുന്ന ഒന്നാണ് തമിഴ്. സംസ്കൃതത്തിന് പോലും അതിൽ കുറവാണ് പ്രായം എന്ന് പോലും പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് പുറത്തു വന്ന പഠനം പറയുന്നത് ഏതാണ്ട് അയൺ ഏജിൽ, ഇരുമ്പ് യുഗത്തിന്റെ കാലത്ത് തന്നെ തമിഴ് ഭാഷയുണ്ടായിരുന്നു, അതിന് ലിപികളുണ്ടായിരുന്നു, അതിലെ കൃതികളുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, എണ്ണപ്പെട്ട കൃതികൾ, ചിലപ്പതികാരം പോലെ, അകനാനൂറ്, പുറനാനൂറ് പോലെ, 10 പോലുള്ള പ്രാചീന കൃതികൾ, സംഘകാല കൃതികളൊക്കെ അതിനാലെല്ലാം സമ്പന്നമാണ്. തിരുവള്ളുവരുടെ തിരുക്കുറൽ പോലുള്ള കൃതികൾ. ഇങ്ങനെ ഭാഷയെ സമ്പന്നമാക്കുന്ന ഒട്ടേറെ ചരിത്രവും പാരമ്പര്യവും ഉള്ളവരാണ് ഈ പറയുന്ന തമിഴർ. അവർക്ക് മേൽ മൂല്യവത്തായ ഒരു സാഹിത്യ സംസ്കൃതി പോലും ഇല്ലാത്ത ഹിന്ദിയുടെ അടിച്ചേൽപ്പിക്കൽ അവരെങ്ങനെയാണ് അംഗീകരിക്കുക? അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വാമൊഴിയായി ഒരു ഭാഷ, വരമൊഴിയായി മറ്റൊരു ഭാഷ, അത് ചെന്തമിഴായും കൊടുന്തമിഴായും ഒക്കെ തലമുറകൾ കൈമാറി വരുന്ന സംസ്കാരമുള്ള സംസ്ഥാനമാണ്, പ്രദേശമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ അവരിൽ മറ്റൊരു ഭാഷയുടെ അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഉടനീളം ഭരിച്ചവരാണ് മറാത്തകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന മോദിയുടെ ഗുജറാത്ത് അടക്കം ഭരിച്ചവരാണ് ഒരു കാലത്ത്. അവർ പറഞ്ഞു, നവനിർമ്മാൺ സേനയാണെങ്കിലും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണെങ്കിലും പറഞ്ഞു, മറാഠകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ഇന്നുള്ള പല സംസ്ഥാനങ്ങളിലും ഭരിച്ചപ്പോഴൊന്നും മറാഠി ഭാഷ അവിടെയൊന്നും ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ ഭാഷ എന്ന് പറയുന്നത് ആ നാട്ടിലെ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന, അത്രയും ഇഴയെടുപ്പമുള്ള, അവരുടെ നാഭീനാളി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് ഒരു കുതിരകയറ്റം പാടില്ല എന്നുള്ള നിലപാടാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് BJPയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. ഇത് കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒരു സൂചനയാണ്. ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്നും ഇന്ത്യ എന്താണ് എന്നും ഒരിക്കൽ കൂടി അവർക്ക് വീണ്ടും ഒരു റീക്യാപ്പ് നടത്താൻ, അല്ലെങ്കിൽ ഒരു റിവ്യൂ നടത്താൻ അവർക്കുള്ള അവസരമായി ഈ ത്രിഭാഷാ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്ന വികാരത്തെ ഒന്നുകൂടി ആഴത്തിൽ BJPയുടെ നേതൃത്വം പഠിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്.